ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഒരു വ്ലോഗാണ് കാണിക്കുന്നത്. ഞാൻ മീൻ വാങ്ങിക്കാൻ പോയിരുന്നു. അതായത് കുറച്ച് ചൂര, വറ്റ, നെയ്മീൻ, മത്തി, കൊഞ്ച്, അങ്ങനെ കുറേ മീൻ ഒരുമിച്ച് വാങ്ങിക്കാൻ പോയായിരുന്നു. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം എനിക്ക് കുക്കിങ്ങിൻ്റെ കുറേ വീഡിയോസ് എടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. അതിനുവേണ്ടി ഞാൻ കുറേ മീൻ വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ. പക്ഷേ എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ഞാൻ മീൻ ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പോരുമായിരുന്നു. കാരണം വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ഒരു ലീവിന് പോയ സമയത്ത് വാങ്ങിച്ചതാണ്. ഇത് ഒരു റോഡ് സൈഡിൽ ഒരു ഷെഡ് പോലെ കെട്ടിയിട്ട് അവിടെയാണ് ഈ മീൻ വിൽക്കുന്നത്. അപ്പോൾ ആ ചുവന്ന ടീഷർട്ട് ഇട്ട ചേട്ടനാണ് അതിൻ്റെ ഉടമയെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളിയോടാണ് എല്ലാ കാര്യങ്ങളും പപ്പ ചോദിക്കുന്നത്. പുള്ളിയാണ് പപ്പയെ ഫോൺ വിളിച്ച് പറയും, രാവിലെ മീൻ വന്നിട്ടുണ്ട് വരാൻ പറയും. അങ്ങനെ ഏർലി മോർണിംഗിൽ നമ്മൾ മീൻ വാങ്ങിക്കാൻ പോകും. അപ്പോൾ അവർ നമ്മൾ ചെല്ലുമ്പോൾ അധികം ആൾക്കാരൊന്നും കാണത്തില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാർ കൂടും. പക്ഷെ പെട്ടെന്ന് തന്നെ ഈ മീനെല്ലാം തീർന്നു പോകും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വരുന്ന മീനെല്ലാം നീണ്ടകരയിൽ നല്ല ഫ്രഷായിട്ട് നല്ല പിടയ്ക്കുന്ന മീൻ പിടിച്ചുകൊണ്ട് വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീർന്നു പോകും. നല്ല ഡിമാൻഡാണ്. വേറെ എങ്ങൊന്നും എൻ്റെ പപ്പ മീൻ വാങ്ങിക്കാറില്ല. നല്ല ടേസ്റ്റാണ്. ഒരു മായം കലർന്ന മീനും അല്ല കേട്ടോ. ആർക്ക് വേണേലും വാങ്ങിക്കാം. അടൂരുള്ളവർക്കും കൊട്ടാരക്കരയുള്ളവർക്കും എല്ലാം വന്ന് വാങ്ങിക്കാം. അടൂരിനും കൊട്ടാരക്കരയ്ക്കും ഇടയ്ക്ക് വടക്കടത്തുകാവ് എന്ന സ്ഥലത്താണ് ഇടത് സൈഡിലായിട്ട്, കൊട്ടാരക്കരയിൽ നിന്ന് വരുമ്പം ഇടത് സൈഡിലായിട്ട് കാണാം. രണ്ട് കിലോ ഉള്ള ഇവിടെ ഒന്നിച്ച് വേണ്ട. ഇതെത്ര ഉണ്ട്? മേടിക്കാൻ ആണോ? 2 കിലോ. അപ്പോൾ അവരൊരു വലിയ മീൻ ഇപ്പം മുറിക്കുകയാണ്. ഈ മീനിൻ്റെ പേരറിയാവുന്നവർ ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അറിയാവുന്നവർ. ഈ മീൻ മുറിക്കുന്നത് മൊത്തം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. വലിയ മീൻ മുറിക്കുന്നതൊക്കെ ഒരു കൗതുകമായിട്ട് ഞാൻ നോക്കി നിൽക്കാറുള്ളൂ. കാരണം എന്നെ കൊണ്ടൊക്കെ അത് വളരെ പാടാണ്. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം. ചെറിയ മീനും കൂടെ അതിൻ്റെ ഇടയ്ക്കൂടെ മുറിക്കുന്നുണ്ട് കേട്ടോ. അത് തലയൊന്നും കളയാതെ ഞാനൊരു വറ്റ മുറിച്ചെടുക്കുന്ന, ഒന്നല്ല 1-2 വറ്റ ഞാൻ വാങ്ങിച്ചായിരുന്നു. അത് ഇതുപോലെ കുറച്ച് റെസിപ്പിക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അതും ആ ചേട്ടൻ, അങ്ങോട്ട് ഇരിഞ്ഞിരിക്കുന്ന ചേട്ടൻ അതാണ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു മീൻ കട്ട് ചെയ്യുകയാണ്. അതുപോലെ ഒരുപാട് പേര് അവിടെ ആവോലി വാങ്ങിക്കാനായിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആവോലിക്ക് നല്ല വിലയാണ്. പക്ഷേ വലിയ ടേസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ആവോലി വലിയ ഇഷ്ടമൊന്നുമല്ല. എനിക്കിഷ്ടം വെള്ളച്ചൂര അല്ലെങ്കിൽ കേരച്ചൂര, മോദ, അതിൻ്റെയൊക്കെ ടേസ്റ്റാണ് എനിക്കിഷ്ടം. അതുപോലെ ചെറിയ മത്തി, നെയ്മത്തി എന്ന് പറയത്തില്ല, ആഹാ, അതൊക്കെ ഇങ്ങോട്ട് വറുത്ത് കഴിക്കണം, എന്നാ ടേസ്റ്റാണ്. അതുപോലെ നെത്തോലി പീര പറ്റിക്കണം, ഒക്കെ അടിപൊളിയാണ്. ഈ വെട്ടുന്നത് എൻ്റെ മീനാണ്, ഈ ചെറിയ മീൻ വറ്റ. ഇത് 2 മീൻ ഇതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കിലോ എത്രയാണെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു റെസിപ്പിക്ക് വേണ്ടി പറഞ്ഞ് ചെയ്യിച്ചതാണ്. തലയും വാലും കളയാതെ പറഞ്ഞ് ചെയ്യിച്ചതാണ്. അപ്പോൾ അത് ഞാൻ ഉടനെ തന്നെ അതിൻ്റെ റെസിപ്പി എടുത്തു വച്ചിരിക്കുന്നതാണ്. അത് കുറച്ച് എഡിറ്റിംഗ് കൂടുതലുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ ഉടനെ ഇടുന്നതാണ്. അത് നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ്. ഇനി ഇത് കുറച്ച് കഷ്ണങ്ങളായിട്ടുള്ള മീൻ. ഇത് ശരിക്കും പറഞ്ഞ് ഈ വലിയ മീനെ കട്ട് ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ ഈ മീൻ വാങ്ങിക്കാൻ അവിടെ ഒരു മീറ്റിംഗ് നടത്തുന്നവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വാങ്ങിച്ച മീനാണത്. അത് എത്ര 20 കിലോ എന്ന് എന്തോ പറയുന്നത് ഞാൻ കേട്ടു. വലിയ മീനാണ്. അപ്പോൾ ഈ മീനിൻ്റെ പേരാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചു കേട്ടോ. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
ഞാനൊരു ആവോലി എടുത്ത് ക്ലീൻ ആക്കുന്നുണ്ട്. ആവോലി പ്രിയർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ്. ആവോലി ക്ലീൻ ആക്കാൻ അറിയാൻ വയ്യാത്തവർ നോക്കിക്കോ, അതിൻ്റെ തൊലിയൊക്കെ എങ്ങനെ കളയുന്നതെന്ന്. എളുപ്പമല്ലേ? നല്ല സ്റ്റൈലായിട്ട് ആ ചേട്ടൻ ആ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ആ മീൻ എടുക്കുന്നുണ്ട്. ആവോലിക്ക് നല്ല വിലയാണെന്ന് തോന്നുന്നു. ഇവിടെ എത്ര വിലയാണെന്ന് എനിക്കറിയത്തില്ല. മോദയ്ക്ക് ഞാൻ വില ചോദിച്ചായിരുന്നു. അതിന് 1 കിലോയ്ക്ക് 440 രൂപയെന്ന് പറഞ്ഞായിരുന്നു മോദ. പിന്നെ എല്ലാ മീനിൻ്റെ വിലയൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. സത്യത്തിൽ എനിക്ക് എല്ലാ മീനൊന്നും വാങ്ങിക്കാൻ അറിയത്തില്ല കേട്ടോ. കുറച്ച് മീനൊക്കെ കണ്ടാൽ അറിയാം, പക്ഷേ എല്ലാ മീനിൻ്റെ ഒന്നും പേരും അല്ലെങ്കിൽ അതെങ്ങനെയാണ് നല്ലതുപോലെ നോക്കി വാങ്ങിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അത്ര എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മീൻ വാങ്ങിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ചെകിള പിടിച്ച് നോക്കിയിട്ട് നല്ല റെഡിഷ് കളറാണെങ്കിൽ അത് ഫ്രഷ് ആണെന്ന് അർത്ഥം. അതിങ്ങനെ റെഡ് കളർ കുറഞ്ഞ് വാടിയ പോലെ ഇരിക്കുവാണെങ്കിൽ അത് ഫ്രഷ് അല്ല. അപ്പോൾ അത് മീൻ പഴുത്തു പോയി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നു. പറഞ്ഞാൽ മീൻ ചീത്തയായി കേടായി എന്നർത്ഥം. അപ്പോൾ അത് കൊള്ളില്ല, എന്നിട്ട് ചുവയാണ് കറി വെക്കാൻ, അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ അമോണിയൊക്കെ ചേർത്ത മീനൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കാം. എന്തായാലും ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇവിടുന്നേ മീൻ വാങ്ങിക്കത്തുള്ളൂ, അതുകൊണ്ട് ഒരു ചുവയില്ല. പക്ഷെ ഇവിടെ ചിലപ്പോൾ മീൻ വന്നില്ല, അങ്ങനെയുള്ള സമയങ്ങളുണ്ടല്ലോ, അന്നേരം നമ്മൾ വേറെ എവിടുന്നെങ്കിലും മീൻ വാങ്ങിച്ചാൽ ആ മീനൊക്കെ ഒരു ചുവയായിരിക്കും. അപ്പോൾ ഉറപ്പാണ് അതൊക്കെ മരുന്ന് കുത്തി വെച്ചിട്ട് വരുന്ന മീനാണെന്ന്. അപ്പോൾ ശരിക്കും ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ കിട്ടുന്നിടം നോക്കി വാങ്ങിക്കണം കേട്ടോ. നമ്മുടെ ആരോഗ്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് ഇപ്പോഴത്തെ കാലത്ത്. നല്ല ഭംഗിയായിട്ട് ആ ചേട്ടൻ ആവോലി ക്ലീനാക്കി എടുത്തു കൊടുത്തു. ഞാൻ ഈ ഭംഗിയായിട്ട് ഭാര്യ എന്നൊക്കെ പറയുമ്പോഴേ എന്ന് നിങ്ങൾക്ക് തോന്നുമല്ലേ? എനിക്ക് തോന്നുന്നു ഞങ്ങൾ പത്തനംതിട്ടക്കാർ മൊത്തം അങ്ങനെ എന്നാണ് പറയുന്നത്. ഭാര്യ, ഭംഗി അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഭംഗി എന്നൊക്കെ പറയണമെന്നൊക്കെ ചിലർ തിരുത്താറുണ്ട്. പക്ഷെ നമ്മൾ യൂസ് ചെയ്ത് വന്ന, നമ്മൾ ഉപയോഗിച്ച് വന്ന സംസാര ഭാഷയല്ല നമ്മൾ പറയാറുള്ളൂ, ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങളങ്ങ് ക്ഷമിക്കണം. പലരും എൻ്റെ വീഡിയോയുടെ താഴെ അത് കമൻറ്റ് ചെയ്യാറുണ്ട്. പൊതിച്ചോറിൻ്റെ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തായിരുന്നു. ഓരോ സ്ഥലത്ത് ഓരോ ഭാഷ. അപ്പോൾ ആ ചേട്ടൻ ആ മീനെല്ലാം കട്ട് ചെയ്ത് മാറ്റി. ഇനി ഞാൻ കുറച്ച് നെയ്മീൻ വാങ്ങിക്കുവാണ്. ഞാനൊരു 2 കിലോ നെയ്മീൻ പറഞ്ഞു. നല്ല വിലയാണ് കേട്ടോ നെയ്മീൻ, പക്ഷേ നല്ല ഫ്രഷ് നെയ്മീനാണ്. നോക്ക്, ഇത് ഞാൻ ഒരു 2 പീസ് കട്ട് ചെയ്ത് ഇങ്ങനെ തന്നെ വാങ്ങിച്ചു. പിന്നെ അടുത്ത 1 കിലോ ഞാൻ നുറുക്കി കഷ്ണങ്ങളാക്കി വാങ്ങിച്ചു. ഇത് ഞാൻ നല്ല തുണ്ടമീൻ കറി വെക്കത്തില്ലേ, മുളകൊക്കെ ഇട്ട് നല്ല നാടൻ മീൻ കറി, അത് വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനിത് വെച്ചൊരു വറുത്തരച്ച നെയ്മീൻ കറി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കും. അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ. ഒരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ഒരു റെസിപ്പിയൊക്കെ ചെയ്തിട്ട് ഞാൻ ഈ തലേന്ന് പോകുന്നതിൻ്റെ തലേന്ന് അതിൻ്റെ 2 ദിവസം മുന്നേക്ക് ആയിരിക്കും ചെയ്യുന്നത്. അതുവരെ ഇങ്ങനെ കറങ്ങിയും ബന്ധുക്കാരുടെ വീട്ടിലും അവിടെ ഇവിടെയൊക്കെ നടക്കും. അപ്പോൾ അന്നേരം എല്ലാം ഒന്നും കഴിക്കാനെന്നുള്ളൊരു ഭാഗ്യം കിട്ടത്തില്ല കേട്ടോ. എല്ലാം ഉണ്ടാക്കി വെക്കും, കുറച്ച് പേർക്ക് കൊടുക്കും, ബാക്കിയെല്ലാം ഫ്രിഡ്ജിലോട്ട് കയറ്റും, പിന്നെ ഇങ്ങ് പോരും. എപ്പോഴും വിചാരിക്കും കുറച്ച് ദിവസങ്ങൾ കൂടുതൽ എടുത്ത് നാട്ടിൽ പോകണമെന്ന്. ഒന്നും നടക്കാറില്ല. ഒരിക്കൽ പ്രവാസിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലീവിന് പോയി കഴിഞ്ഞാൽ 100 കൂട്ടം കാര്യങ്ങളാണ്. ഒന്ന് തൊട്ട് നമുക്ക് അങ്ങോട്ട് ശരിയായിട്ട് അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ട് ചെയ്തിട്ട് വരാനും പറ്റത്തില്ല. പല കാര്യങ്ങളും പിന്നെയും നമ്മൾ പെൻഡിങ്ങിലാക്കിയിട്ടായിരിക്കും വരുന്നത്, അല്ലേ? എൻ്റെ മാത്രം അവസ്ഥയാണോ അത്? നമ്മൾ ഉദ്ദേശിച്ചു പോയ എല്ലാ കാര്യങ്ങളും നടക്കത്തില്ല. പിന്നെ നമ്മൾ വിചാരിക്കും ഇനിയും അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിച്ചിട്ട് പോരും. എന്നിട്ട് അടുത്ത ലീവിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യം, ഈ ഒരു വീഡിയോ എടുത്തത് 2020 ഫെബ്രുവരി 16 ആ ദിവസമാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് 20-ആം തീയതി ഞാനിങ്ങനെ തിരിച്ച് ബഹറിന് വന്നു. അത് കഴിഞ്ഞ് ഇതുവരെ ഞാൻ നാട്ടിൽ പോയിട്ടില്ല കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം 24-ആം തീയതിയാണ് ഇവിടെ കോവിഡ് ആദ്യമായിട്ട് വന്നത്, ഫെബ്രുവരി.
പിന്നെ ഇതുവരെയും പോകാൻ പറ്റിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്രയും നീണ്ട ഒരു കാലയളവ് നാട്ടിൽ ലീവിന് പോകാൻ പറ്റാതിരിക്കുന്നത്. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാവട്ടെ. ചേട്ടൻ 2 കിലോ നെയ്മീനും ക്ലീനാക്കി കവറിലാക്കി തന്നു. ഞങ്ങൾ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നും ഒരു ബക്കറ്റ് വാങ്ങിച്ചു കേട്ടോ. എന്നിട്ട് മീനെല്ലാം വെക്കാനായിട്ട്, അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുപോകുന്നത്, വണ്ടിയിലൊക്കെ ആവത്തില്ലേ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ആ വറ്റമീൻ വെച്ചു. 2 വറ്റമീൻ വാങ്ങിച്ചു. നല്ല ഫ്രഷ് പിടയ്ക്കുന്ന വറ്റമീനെ ഈ ഒരു പരുവത്തിലാക്കി. ഇനി ഇതിൻ്റെ മുകളിൽ ആ ചേട്ടൻ കുറച്ച് ഐസ് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസും കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ നമ്മളങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് മീനൊട്ടും കേടുകൂടാതെ ഇരുന്നോളും. അപ്പം നല്ല ഒരു ഷോപ്പാണിത് കേട്ടോ. ഷോപ്പെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മീൻ വിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ പോയി മീൻ വാങ്ങിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ പ്രോപ്പറായ അഡ്രസ്സ് വേണമെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ പപ്പയോട് ചോദിച്ചിട്ട് ഈ ഒരു കമൻറ്റിൽ മറുപടി തരാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒരുപാട് ചെറിയ മീനുകളും എല്ലാ മീനുകളും ഉണ്ട്. ചെറിയ മത്തി, ചെറിയ നെത്തോലി, ചൂര, കേരച്ചൂര, അവോലി, പിന്നെ കുറിച്ചി, കുറേ മീനുകൾ ഞാൻ കണ്ടു. എല്ലാം പെട്ടെന്ന് തന്നെ തീരും എന്നുള്ളതാണ് ഈ ഒരു മീൻ വിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഒരു ബിരിയാണി വെക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധനങ്ങളെല്ലാം കടയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ ഈ ഒരു മീനും അങ്ങ് മാറ്റി ഒതുക്കി വെച്ചു. അപ്പം ഞങ്ങളിനി തിരിച്ചു പോവുകയാണ്. മീനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെല്ലണമല്ലോ, മീൻ കേടായി പോകത്തില്ലേ. അപ്പം ഞങ്ങളിനി തിരിച്ചു പോവുകയാണ്. അപ്പം ഞങ്ങളുടെ അടൂർ അല്ലെങ്കിൽ വടക്കടത്ത് കാവൊക്കെ എൻ്റെ നാടൊക്കെ കണ്ടിട്ടില്ലാത്തവർ കുറച്ചൊക്കെ കണ്ടില്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.